ഗൈസ്, എന്തായി കാണുന്നത്? ആദായ വിൽപ്പനയ്ക്ക് വിൽക്കുന്ന സാധനങ്ങളുടെ മാർക്കറ്റോ? അല്ല, തിരിച്ച് ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ വന്നതിൻ്റെയാണ്. തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ മുറിയിൽ ഞാനൊരു കുടിയേറ്റക്കാരിയായി. കഴിഞ്ഞ 3 വർഷങ്ങളായി എൻ്റെ അനിയൻ ഇത് കയ്യേറി വെച്ചിരിക്കുകയായിരുന്നു. അനധികൃതമായി എൻ്റെ മുറി കയ്യേറി ഇവനെ അടിച്ചു പുറത്താക്കാൻ സമയമൊക്കെ ആയി. അതെന്തെന്നാൽ ഇനി ഇവനെ ഈ റൂമിൽ നിർത്തി കഴിഞ്ഞ് ഇവൻ ഇവിടെ ഒരു ഹോട്ട് വീൽ സാമ്രാജ്യം തന്നെ സൃഷ്ടിക്കും. ഈ റൂമിൻ്റെ ഇപ്പോഴത്തെ കടപ്പുവശം നിങ്ങൾ കണ്ടല്ലോ, ഇനി ഒരു മേക്ക് ഓവർ ഒക്കെ ചെയ്യണം. എണ്ണിച്ചോടെ അപ്പോൾ നമ്മൾ ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യാന്ന് വിചാരിച്ചു. റൂമൊക്കെ ഒന്ന് പച്ചിക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ ഒരു പച്ച ബെഡ്ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കുറച്ച് വൃത്തിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി പയ്യെ പയ്യെ നമ്മുടെ മേക്ക് ഓവർ ഒക്കെ ഓരോ വീഡിയോയിലായിട്ട് ഞാൻ ചെയ്യാം. ഇനി പോന്നതെങ്ങോ മാറും തുണികളുമായും രുചികൾ ശീലം പല പലതാകുന്നേ. തണിനീരുരത്ന തണിര കണക്ക് പോണേ പോക്ക് രാവ് പകലോരോ നേരത്ത് ഓർമ്മയുടെ ഓളം നീന്തിയിട്ട് ഓടിയരികാരോ വന്നില്ലേ മിഴിയൊന്ന് തിളങ്ങിയില്ലേ. പാറക്കല്ലരയ്ക്കുന്ന ശബ്ദം പോലുണ്ടായിരുന്ന ശബ്ദത്തിൽ നിന്ന് വ്യത്യാസമൊക്കെ ഉണ്ട്. ഗാനമേളയൊക്കെ കഴിഞ്ഞ് ചേട്ടൻ നല്ല തേപ്പ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കപ്പോൾ നമ്മുടെ ഡാൻസ് ഒക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അസ്ഥികൂടെ നിന്ന് തുള്ളുന്നു പറഞ്ഞുള്ള കമന്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. പരദൂഷണ കമ്മിറ്റി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുക്കിങ്ങും പിന്നെ സാധനങ്ങളെല്ലാം പെയിന്റ് അടിക്കുന്ന കാരണം വെളിയിലോട്ടാക്കിയിട്ടുണ്ട് കേട്ടോ. സ്വന്തം വീട്ടിലെ പെയിന്റ് അടിക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തച്ചുകൂലിയൊക്കെ വാങ്ങുന്നുണ്ട്. ഞാനൊരു തൊഴിൽ രഹിതയായത് കാരണം ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയാലും നമുക്ക് വല്ല വെള്ളം കുടിച്ചൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അണ്ണം പിന്നെ പണ്ടേ തേക്കാനും കലക്കാനും ബഹുമിടുക്കനായതുകൊണ്ട് ഇതൊക്കെ പിന്നെ നമ്മൾ വേറെ ആളെ വെളിയിൽ നിന്ന് വെക്കേണ്ട വന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി അപ്ഡേറ്റ് ഒക്കെ അറിയണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പം ഇത്രേ ഉള്ളൂ. ബൈ ബൈ.